നമസ്കാരം. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിലെ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ആദ്യ ഭാര്യയുടെ ദുരൂഹ മരണത്തിൽ പ്രത്യേക അന്വേഷണ സംഘം പരിശോധന തുടരും. എല്ലാവരോടും ശാന്തമായും സരസമായിട്ടുമാണ് സംസാരിച്ചിരുന്നത്. ശ്രീരാംപുരയിലാണ് താമസം. 20 വർഷമായി സ്വന്തം നാട് പോലെയാണ് ഈ സ്ഥലം പോറ്റിക്ക്. ആദ്യ ഭാര്യയുടെ അസ്വാഭാവിക മരണത്തെ തുടർന്നാണ് താമസിച്ചിരുന്ന വീടിന് എതിർഭാഗത്തെ കോത്താരി മാൻഷൻ അപ്പാർട്ട്മെന്റിലെ ഫ്ളാറ്റിലേക്ക് 2004 പോറ്റി മാറിയത്. തുടർന്നായിരുന്നു രണ്ടാം വിവാഹം. ആദ്യ ഭാര്യയുടെ മരണത്തോടെ പോറ്റിയുടെ ശ്രീരാമപുര ക്ഷേത്രത്തിൽ നിന്നുള്ള ജോലി പോയി. ഈ മരണത്തിലെ വിവാദങ്ങളാണ് ഇതിന് കാരണമെന്ന് സൂചനയുണ്ട്. 2007 മുതൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട്. തന്റെ കാലം മുതലല്ല, 2007 മുമ്പ് ബംഗളൂരു ജാലഹള്ളി അയ്യപ്പ ക്ഷേത്രത്തിലെ തന്ത്രി ആരാണെന്ന് അന്വേഷിച്ച് നോക്കണമെന്നും തന്ത്രിയെ ഉന്നമിച്ച് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാർ വിമർശിച്ചിരുന്നു. തിരുവനന്തപുരം കാരേറ്റ് സ്വദേശിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി. ആരാണ് ശബരിമലയിലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഗോഡ്ഫാദർ എന്ന ചർച്ച പലതലത്തിൽ നടക്കുന്നുണ്ട്. ഇതിനിടയിലാണ് ജാലഹള്ളിയിലേക്ക് പത്മകുമാർ വിരൽ ചൂണ്ടിയത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് തന്ത്രിയിൽ വ്യക്തത വരുന്നത്. ജാലഹള്ളി അയ്യപ്പ ക്ഷേത്രത്തിലെ തന്ത്രി കണ്ഠര് രാജീവരാണ്. അതായത് രാജീവര് എന്ന തന്ത്രിക്കെതിരെയാണ് പത്മകുമാർ ആരോപണം ഉന്നയിക്കുന്നതെന്നാണ് സൂചന. എന്നാൽ തന്ത്രി വഴിയാണ് ശബരിമലയിൽ എത്തിയതെങ്കിലും അതുക്കും മേലെ ഉണ്ണികൃഷ്ണൻ പോറ്റി വളർന്നു. തട്ടിപ്പുകളിൽ തന്ത്രിക്ക് പങ്കില്ലെന്നാണ് അന്വേഷണ സംഘവും പറയുന്നത്. ജാലഹള്ളി അയ്യപ്പ ക്ഷേത്രത്തിന്റെ വെബ്സൈറ്റിൽ രാജീവരാണ് തന്ത്രി എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 2007 കണ്ഠര് രാജീവരായിരുന്നു തന്ത്രി എന്നാണ് ലഭ്യമായ വിവരം. ആലപ്പുഴയിലെ കീഴ്ശാന്തിയുടെ സഹായിയായാണ് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി 2007 ശബരിമലയിൽ എത്തുന്നത്. ജാലഹള്ളിയിലെ മുൻ ശാന്തിക്കാരനാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നതും വസ്തുതയാണ്. അപ്പോഴും താമസിച്ചിരുന്നത് ശ്രീരാംപുരയിലാണ്. പോറ്റിയുടെ സ്വർണം, ഭൂമി ഇടപാടുകളെക്കുറിച്ച് പുറത്തുവരുന്ന വിവരങ്ങൾ ശ്രീരാംപുര നിവാസികളെ ഞെട്ടിച്ചിരിക്കുകയാണ്. വൻകിട പലിശ ഇടപാടുകൾ നടത്തുമ്പോഴും പരിചയക്കാരിൽ നിന്ന് ചെറുതുകകൾ കടം വാങ്ങുന്ന പ്രകൃതക്കാരനായിരുന്നു പോറ്റി. ശബരിമലയിൽ കീഴ്ശാന്തിയുടെ പരികർമ്മിയായതിന്റെ മേൽവിലാസം പോറ്റിക്ക് ഗുണകരമായി മാറി. രണ്ടാം ശബരിമല എന്നറിയപ്പെടുന്ന ജാലഹള്ളി അയ്യപ്പ ക്ഷേത്രത്തിലെ ശ്രീകോവിലിന്റെ വാതിലിൽ സ്വർണം പൂശിയതും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നേതൃത്വത്തിൽ ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിലായിരുന്നു. 2019 മാർച്ചിൽ ശബരിമല ശ്രീകോവിലിന്റെ വാതിലിൽ സ്വർണം പൂശി സമർപ്പിച്ച ശേഷമായിരുന്നു ഇത്. ഉണ്ണികൃഷ്ണൻ പോറ്റി ബംഗളൂരുവിൽ കോടികളുടെ ഭൂമി ഇടപാട് നടത്തിയതായി പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. ഫ്ളാറ്റുകളും ഭൂമിയും വാങ്ങിക്കൂട്ടിയതിന്റെ രേഖകൾ SIT പിടിച്ചെടുത്തു. ബംഗളൂരുവിന് പുറമെ ചെന്നൈയിലെ സ്ഥാപനമായ സ്മാർട്ട് ക്രിയേഷൻസിലും SIT പരിശോധന നടത്തി. ഇവിടെ വെച്ചാണ് സ്വർണ്ണപ്പാളികളിലെ സ്വർണം വേർതിരിച്ചത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബംഗളൂരുവിലെ വീട്ടിൽ നിന്ന് ആഭരണങ്ങൾ കണ്ടെത്തിയിരുന്നു. നിരവധി നിക്ഷേപം പോറ്റി നടത്തി. സ്വന്തം പേരിലും പങ്കാളിയായ രമേശ് റാവുവിന്റെയും ഭാര്യയുടെയും പേരിൽ ഭൂമിയും കെട്ടിടവും വാങ്ങിയെന്നും പലിശ ഇടപാടുകൾ നടത്തിയതും SIT കണ്ടെത്തി. ഉണ്ണികൃഷ്ണൻ പോറ്റി ദ്വാരപാലക ശില്പങ്ങളിൽ നിന്ന് കവർന്നതെന്ന് കരുതുന്ന 400 ഗ്രാം സ്വർണം കർണാടക ബെല്ലാരിയിലെ ജ്വല്ലറിയിൽ നിന്ന് പ്രത്യേക അന്വേഷണ സംഘം പിടിച്ചെടുത്തിരുന്നു. ഇയാളുടെ ബംഗളൂരുവിലെ ഫ്ളാറ്റിൽ നിന്ന് 176 ഗ്രാം സ്വർണ്ണാഭരണങ്ങളും വസ്തുവകകളുടെ രേഖകളും പിടിച്ചെടുത്തു. ബെല്ലാരിയിലെ റോദം ജുവൽസ് ഉടമ ഗോവർദ്ധന് സ്വർണം വിറ്റെന്ന പോറ്റിയുടെ മൊഴിയെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് 400 ഗ്രാം സ്വർണ്ണക്കട്ടികൾ കണ്ടെത്തിയത്. അതേസമയം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സാമ്പത്തിക കരുത്തായ ബംഗളൂരുവിലെ പ്രമുഖ മലയാളി ബന്ധമുള്ള സ്വർണ്ണ വ്യവസായിയെ തൊടാൻ അന്വേഷണ സംഘം മടിക്കുന്നുവെന്ന സംശയങ്ങളും ഉയരുന്നുണ്ട്. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ഇയാളുടെ പേരിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി നിരവധി വഴിപാടുകളും നേർച്ചകളും ശബരിമലയിൽ നടത്തിയിട്ടുണ്ട്. ഈ പ്രമുഖരിലേക്ക് പക്ഷേ അന്വേഷണം നീളുന്നില്ല. ആരും ഇയാൾക്കെതിരെ മൊഴി കൊടുക്കാത്തതും അന്വേഷണ സംഘത്തെ വലയ്ക്കുന്നുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി കേരളത്തിന് പുറത്ത് നടത്തിയ തെളിവെടുപ്പും പൂർത്തിയായി. അതിനിടെ ശബരിമല സ്വർണ്ണക്കൊള്ള വഴി ലഭിച്ച പണം കർണാടകയിലടക്കം ഭൂമിയും കെട്ടിടങ്ങളും വാങ്ങിക്കൂട്ടാനായി മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയും സംഘവും ശ്രമിച്ചതായും പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്.